ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കോൺസ്പിറസി തിയറീസിൻ്റെ ഉപജ്ഞാതാക്കൾക്ക് വേണ്ടത് തങ്ങളെ തുടരുത്. ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് സഭ ആദ്യം മുതൽ അത് നോക്കേണ്ടത്. ഈശോയുടെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നതാണ് മുഖ്യാത്ഭുതം. കഴിഞ്ഞ ഏതാനും മാസങ്ങളും വർഷങ്ങളൊക്കെ ആയിട്ട് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുകയായിരുന്നു. ആ വേദന ഒരുപക്ഷെ കർത്താവ് നമ്മളെല്ലാവരും അറിയിക്കുകയാണ്. അച്ഛാ, ഈ മാടവനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിശുദ്ധ കുർബാനയുടെ അടയാളം 10ാം ക്ലാസ്സുകാരിയായ ആഗ്ന എന്ന പെൺകുട്ടിയുടെ അതിൻ്റെ അച്ഛൻ്റെ ഒരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ. അതൊരു പെട്ടെന്ന് തന്നെ അത് വൈറലായി മാറുകയും അതോടൊപ്പം തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ചാനലുകാർ വന്ന് അത് വാർത്ത വെളിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒത്തിരിയേറെ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. കൂടുതലും ഈ ക്രിസ്ത്യൻ നാമധാരികളാണ്. അത് അങ്ങനെ വരാൻ കാരണം എന്താണ്? കാരണം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വലിയ നെഗറ്റീവ് കമൻറ്റുകൾ മറ്റുള്ള ഇത് റിപ്പോർട്ടിനേക്കാളൊക്കെ വളരെ തീവ്രമായി തന്നെ ഇങ്ങനെ കമൻറ്റ് വരുന്നു. അതെന്തുകൊണ്ടായിരിക്കും അച്ഛൻ? ഭയമുള്ളതുകൊണ്ടാണ്. അതായത് ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ട് എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും നിരീശ്വരവാദ വിശ്വാസം തകർന്നു വീഴും, അല്ലെങ്കിൽ യുക്തിവാദ വിശ്വാസം തകർന്നു വീഴും. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ തന്നെ ഏത് വിധേനയും അതിനെ തകർക്കുക അല്ലെങ്കിൽ ചെളിവാരി എറിയുക അത് അവരുടെ ആവശ്യമായിരുന്നു. അതല്പം പോലും സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നോക്കുക, പഠിക്കുക, നിരീക്ഷിക്കുക, അന്വേഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ടത്. എന്തെല്ലാം തിയറികളാണ് വന്നത്? ഗൂഢാലോചന തിയറികൾ. അപ്പോൾ ഒരു തിയറി വന്നത് ഞാനിതെഴുതി അത് വൈറലായി എന്നുള്ളത് കൊണ്ട് ഞാനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഒരു കോൺസ്പിറസി തിയറി. മറ്റൊന്ന് പൂപ്പൽ പിടിച്ച ഓസ്തി കൊടുത്തതുകൊണ്ട് നാവിൽ വെച്ചപ്പോൾ കളർ വ്യത്യാസം വന്നു. 3 കെമിക്കൽസ് ചേർത്താൽ അത് കളർ വ്യത്യാസം വരും. അത് പറയുന്നവരുടെ അജ്ഞതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എങ്ങനെയാണ് ഒരു കുർബാന നടക്കുന്നിടത്ത് എന്തൊക്കെയാണ് അതിൻ്റെ രീതികളെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത്തരം അബദ്ധങ്ങൾ പറയില്ല. പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി തയ്യാറാക്കുന്നത് എവിടെ? അതാര് തയ്യാറാക്കുന്നു? എങ്ങനെ തയ്യാറാക്കുന്നു? അതെങ്ങനെ കവറിലാക്കി ഭദ്രമാക്കുന്നു? അത് കപ്പ്യാർ എങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് ഒറ്റ കുസ്തോതിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒന്നിച്ചിടുന്നു? ആ ഒന്നിച്ചിട്ടത് പരിശുദ്ധ കുർബാന കൊണ്ട് വെക്കുന്നു. അവിടെ കുർബാന മുന്നോട്ട് പോകുന്നു. കോൺസെക്രേഷൻ വേർഡ്സ്, ഇതിനൊക്കെ ശേഷം പരിശുദ്ധ കുർബാന ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെയൊക്കെ രീതികൾ അറിയാത്തവർക്ക് ഇതൊക്കെ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് കേൾക്കുന്നവർ ചിന്തിക്കുന്നവരല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയാണല്ലോ എന്ന് ഇങ്ങോട്ട് വിചാരിക്കും. ഒന്നുകിൽ ചിന്ത വേണം, അല്ലെങ്കിൽ അന്വേഷണം വേണം. ഈ 2 കാര്യം ഉണ്ടായാൽ മതി. ഒന്നുകിൽ ചിന്ത വേണം, അല്ലെങ്കിൽ അന്വേഷണം വേണം. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു ഓസ്തിയിൽ പൂപ്പലുണ്ടെങ്കിൽ ഇത്രയും അധികം ഒരു 1000 ഓസ്തിയൊക്കെ ഒരു പാത്രത്തിലുണ്ടാവും. അതിൽ എല്ലാത്തിലും പൂപ്പലാവണ്ടേ? കാരണം ഒരു പാക്കറ്റിൽ നിന്നല്ല ഇതെല്ലാം പൊട്ടിച്ചൊന്നിച്ചിടുന്നേ. അപ്പോൾ ഇനി മാത്രമല്ല, ഇത്രയും നാളായിട്ട് കത്തോലിക്ക സഭയിൽ കുർബാന എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും പൂപ്പൽ ബാധയേറ്റ് പള്ളിയിൽ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പൂപ്പൽ ബാധയേറ്റു എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഒരു ആൾക്ക് മാത്രമായി കുർബാന കൊണ്ടുപോയി കൊടുക്കുമോ? ഇല്ലല്ലോ. 350, 400, 500 പേര് ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം കാണുന്ന ആൾക്ക് ആദ്യം കൊടുത്തു, അങ്ങനെ പോവുമല്ലേ. അപ്പോൾ ഈ കുട്ടി ഈ 4 പ്രാവശ്യവും ആദ്യം പോയി നിന്നോ? അല്ലെങ്കിൽ അച്ഛൻ ഓരോ പ്രാവശ്യം ഈ കുട്ടിക്ക് മാത്രം കൊണ്ടുപോയി കൊടുത്തു? 4ാമത്തെ പ്രാവശ്യം മറ്റേ സ്കൂളിൽ വെച്ചാണ് സംഭവിച്ചത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടവപ്പള്ളിയിൽ വെച്ച് ഈ കഴിഞ്ഞ 4ാമത്തതും സംഭവിച്ചെന്നാണ് കേട്ടത്. അപ്പം അങ്ങനെ വെച്ചാൽ 5ആയി. സ്കൂളിൽ വെച്ച് സംഭവിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞത് ഇപ്പോൾ കെമിക്കൽസിൻ്റെ കോൺസ്പിറസി തിയറി ആയാലും അല്ലെങ്കിൽ പൂപ്പൽ കോൺസ്പിറസി തിയറി ആയാലും ഇതൊക്കെ പള്ളിയിലെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് അല്പം പോലും ചിന്തയില്ലാത്തവർക്ക്
അത് പറയാൻ കഴിയുള്ളൂ. ഇനി ആ പാവം വികാരിയച്ഛനെ വല്ലാതെ പൊങ്കാലയിടുന്നുണ്ടായിരുന്നു പലരും. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനെ കഴിഞ്ഞ 40 വർഷമായിട്ട് വികാരിയായിട്ട് അല്ലെങ്കിൽ അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ അറിയാവുന്ന മനുഷ്യർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ നീതിബോധവും ഒക്കെ അറിയാവുന്നതാണ്. ഇനി അങ്ങനെ വന്നപ്പോഴാണ് ഒരു വെള്ളിയാഴ്ച സ്കൂളിൽ വെച്ച് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവരുടെ കോൺസ്പിറസി തിയറി പൊളിഞ്ഞില്ലേ? ആ അച്ഛനെ പറഞ്ഞ തെറിയൊക്കെ ഇവർ തിരിച്ചെടുക്കുമോ? അത് വിശുദ്ധ ഖുർആൻ അർപ്പിച്ച് വേറൊരു വൈദികനാണ് വിശുദ്ധ ഖുർആൻ കൊടുത്ത ഒരു വേറൊരു പള്ളിയിലാണ്. പള്ളി എന്ന് പറയുന്ന സ്കൂള് ഏതാണ്ട് 6-7 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറീസിൻ്റെ ഉപജ്ഞാതാക്കൾക്ക് വേണ്ടത് തങ്ങളെ തുടരുത്. കാരണം വിശ്വാസം ഉണ്ടെന്നും അല്ലെങ്കിൽ അത്ഭുതങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നും വന്നാൽ പിന്നെ ഇവർക്ക് അസ്തിത്വമില്ലാതാവും. അതുകൊണ്ട് ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതോടൊപ്പം തന്നെ അച്ഛാ, ഇങ്ങനെ ഒരു സംഭവം നടന്ന ശേഷം സഭയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സഭ അതിനുവേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചെന്നും പക്ഷേ ഇതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ അത് എത്രമാത്രം ശരിയാണ്? അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അച്ഛാ? നോക്കുക, അതാണ് സഭയുടെ സയൻറ്റിഫിക് ടെമ്പർ. ഇപ്പോൾ ഈ ഇത്രയും സംഗതികളായി വികാരിയച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? മെത്രാനച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. അതാണ് സഭയുടെ സയൻറ്റിഫിക് ടെമ്പർ. എന്ന് മാത്രമല്ല, അതെല്ലാം അതിനുവേണ്ടി ഓൾറെഡി ഒരു കമ്മീഷൻ സെറ്റ് ചെയ്തു. ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉൾപ്പെടുന്നൊരു കമ്മീഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അവരത് പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് ഈ പെൺകുട്ടിയുടെ രക്തവും ഇതിൽ കാണുന്നതും ഒക്കെ ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ, ഞാനതുകൊണ്ട് ആദ്യത്തെ കുറിപ്പിൽ തന്നെ അത് എഴുതിയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇത് തള്ളിപ്പോകാനായിട്ട് എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഇതിനെ അത്ഭുതം എന്ന് വിളിക്കരുതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതൊക്കെയാണ് സയൻറ്റിഫിക് ടെമ്പർ. നമ്മൾ കാണുക. ഇപ്പോൾ ഞാൻ ആദ്യം കേട്ടു ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ഞാനിതേക്കുറിച്ച് അറിയുന്നത്. ജൂലൈ 21-നാണ് ആദ്യം സംഭവിക്കുന്നത്. 22-ന് ഞാൻ അറിഞ്ഞു. എഴുതിയോ? ഞാൻ ഇല്ല. 28-ന് വീണ്ടും സംഭവിച്ചതായിട്ട് അറിഞ്ഞു. എഴുതിയോ? ഇല്ല. മൂന്നാമത് ഓഗസ്റ്റ് 4-ന് സംഭവിച്ചപ്പോൾ സ്വാഭാവികമായും എന്നിലെ ആ ഒരു എഴുത്തുകാരനുണ്ടെന്ന്, കാരണം ഇതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കുറിപ്പെഴുതിയത്. ആ എഴുതുന്നതിന് മുമ്പ് ഞാൻ വികാരിച്ചനെ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ എൻ്റെ സുഹൃത്തും കൂടിയാണ്. പക്ഷേ അതിനു മുമ്പുള്ള 2 ആഴ്ചയിലും സംഭവിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഇഗ്നോർ ഇറ്റ്. ഇതൊക്കെയാണ് സഭയുടെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ സഭയുടെ നിലപാട് അത് തന്നെയാണ്. ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് സഭ ആദ്യം മുതൽ അത് നോക്കേണ്ടത്. ആ രീതിയിലാണ് നോക്കിയതും. 1-ാമത്തെ പ്രാവശ്യവും സംശയദൃഷ്ടിയോട് വിട്ടുകളഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം വിട്ടു. 3-ാമത്തെയാണ് നമ്മൾ എഴുതി അത് വൈറലായതും. പിന്നെ ഇപ്പോൾ കമ്മീഷൻ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2024 മെയ് 19-ാം തീയതി പെന്തക്കോസ്ത തിരുനാളിന് പുറത്തിറങ്ങിയ പുതിയ രീതികളാണ് ഈ കാര്യത്തിന് അപ്ലൈഡ് ആയിട്ടുള്ളത്. അതിൽ സെൻട്രലൈസ്ഡ് ആക്കി, നേരത്തെക്കാൾ കൂടുതൽ സെൻട്രലൈസ്ഡ് ആക്കി. അതായത് ഒരു രൂപതയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാൽ ആ മെത്രാനച്ഛൻ അതിനെ സാധിക്കുന്നത്ര രഹസ്യാത്മക സ്വഭാവത്തോടുകൂടി കാത്ത് അത് CBCI അല്ലെങ്കിൽ നാഷണൽ ബിഷപ്സ് കോൺഫറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ വച്ച് ആ കമ്മീഷൻ്റെ പഠനങ്ങൾ ബിഷപ്പിന് ഫോർവേഡ് ചെയ്യേണ്ടതാണെന്ന് തോന്നിയാൽ ഫോർവേഡ് ചെയ്ത് അത് പിന്നീട് വാറ്റിക്കൻ കൂടുതൽ പരിശോധനകളിലേക്ക് പോയി ഒടുവിൽ വാറ്റിക്കൻ പറയുന്ന ഒരു പല സാധ്യത, ഒരു 6 സാധ്യതകൾ അവർ പറയുന്നുണ്ട്. ആ സാധ്യതകളിൽ ഏതെങ്കിലും ആയിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോഴും ഇത് അത്ഭുതമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം വരികയില്ല. ഇത് അത്ഭുതമാണ് എന്നൊരു പ്രഖ്യാപനം വരികയില്ല. മറിച്ച് അവിടെ പഠിക്കാൻ പോകുന്നത് ഈ നടന്ന കാര്യം മാത്രമല്ല, ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടായ മാറ്റങ്ങൾ, ആത്മീയമായുണ്ടായ വളർച്ചകൾ, സുവിശേഷത്തിന് ലഭിച്ച സ്വീകാര്യത, മനുഷ്യരിൽ വന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെ പല ഘടകങ്ങളെ നോക്കിക്കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഡിസേൺ ചെയ്ത് മനസ്സിലാക്കുന്ന ആ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ. അല്ലാതെ ഇത് അത്ഭുതമാണ്, അത്ഭുതമല്ല, അങ്ങനെയുള്ള ഒരു ജഡ്ജ്മെൻ്റൽ രീതി അല്ല വരുന്നത്.
ചിലപ്പോഴെങ്കിലും ഇതിനെ പൂർണ്ണമായും തമസ്കരിക്കാനായി ഒരുപക്ഷെ കമാൻഡ് അവിടെ നിന്ന് നിർദ്ദേശം വന്നുവെന്നും വരാം. അത് വത്തിക്കാനിൽ നിന്ന്. കാരണം അത് ആ രീതിയിലുള്ളതാകുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതൊരു ഒരു എക്കണോമിക് താല്പര്യങ്ങളോട് ചിലർ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ സുവിശേഷ മൂല്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് പോകുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ വരുന്നതാണെങ്കിലും, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള വിശദീകരണമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൈകടത്തലിൻ്റെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റിങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തമസ്കരിക്കാനും അതിനുള്ള നിർദ്ദേശം ലഭിക്കാനും സാധ്യതയുണ്ട്. അതിലും വരട്ടെ. അതുപോലെ തന്നെ അവസാനം അതിൻ്റെ ഒരു ചോദ്യം കൂടെ ഒന്നും കൂടെ, ഈ അവസാനം ഈ ലാസ്റ്റ് ഞായറാഴ്ച ഈ അത്ഭുതം നടക്കുമ്പോൾ ആ പള്ളിയിൽ മറ്റെങ്ങും ഇല്ലാത്ത വലിയൊരു ജനസമുദ്രമുണ്ടായി. അവിടെ നിന്ന് നമ്മുടെ കൈക്കാരന്മാരുടെ ഒക്കെ ഒരു അഭിപ്രായം നമുക്ക് കിട്ടിയത് ഈവൻ ഈ ശ്രീലങ്കയിൽ നിന്ന് പോലും ആൾക്കാരത് കാണാൻ വന്നിരുന്നെന്നാണ്. കേരളത്തിൻ്റെ തെക്കുന്ന് പോലും ഒത്തിരിയേറെ അതിൽ വന്ന് ചിലപ്പോൾ നിരീശ്വരവാദികളുണ്ടാകാം, ചിലപ്പോൾ സാത്താനിക് വർഷിപ്പിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം, പല രീതിയിൽ കാണാൻ വന്നവരുണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ ക്രിസ്ത്യാനികളുണ്ടായിരുന്നത്. പക്ഷേ ഈ ക്രിസ്ത്യാനികൾ ഇത്രമാത്രം ഓടിക്കൂടുന്നതിൻ്റെ പിന്നിൽ ഇത്രയും നാൾ അവർക്ക് വിശുദ്ധ കുർബാനയോടുള്ള ഒരു വിശ്വാസം ഇല്ലായ്മ കൊണ്ടാണോ ഇത്രമാത്രം ഇവരിങ്ങനെ ഓടിക്കൂടാൻ കാരണം വിശുദ്ധ കുർബാനയാണല്ലോ അത്ഭുതം. ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം വീണ്ടും ഇവർ ഇത് കാണാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ ഇവർക്ക് അതിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണോ വെച്ചാൽ? ആകണമെന്നില്ല. ഇപ്പോൾ വന്നവരെല്ലാവരും ക്രിസ്ത്യാനികളാണോ എന്ന് പോലുമില്ല. ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, ജിജ്ഞാസ ഉണ്ടാകാം. ജിജ്ഞാസയുടെ പേരിൽ വന്നവരാകാം. 2 സംശയാലുക്കളുണ്ടാവാം. പറഞ്ഞതുപോലെ തന്നെ നിരീശ്വരന്മാരും ഒക്കെ അതിലുണ്ടായി കാണാം. അവർ സംശയദൃഷ്ടിയോട് കണ്ട് അങ്ങനെ വരുന്ന ആൾക്കൂട്ടമാണത്. പിന്നെ മറ്റൊന്നുള്ളത്, വിശ്വാസമുള്ളവർക്ക് തന്നെയും ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ആൾ ഓടിയെത്തുന്നൊരു രീതിയുണ്ട്. അതെന്തുമാത്രം ആരോഗ്യകരമാണ് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഏതായാലും ഇതുവരെ അവിടെ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മുന്നിലുള്ള എൻ്റെ ഒരു നിലപാട് അതാണ്. ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ആദ്യം അത് ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ആ ചുറ്റുപാടുകളൊക്കെ നോക്കും, എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, ഒരു ആത്മീയമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. അല്ലാത്തതാണെങ്കിൽ അത് ഞാൻ പണ്ട് നേരത്തെ എഴുതി, ഈ രക്തവും കണ്ണീരും മാതാവിൻ്റെ രക്തവും കണ്ണീരും ആഘോഷമാക്കരുത് എന്ന് പറഞ്ഞ് പണ്ടൊരു കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. അത് ഇങ്ങനെയുള്ള മേളങ്ങൾ വർദ്ധിക്കുന്നു എന്ന് കണ്ടിട്ടാണ്. പക്ഷേ പരിശുദ്ധ കുർബാന സംബന്ധിയായിട്ട് ഈ നടക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും ആശങ്കയില്ല. എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ തെറ്റായ രീതിയിലേക്ക് അത് നയിക്കുകയില്ലെന്ന് ഉറപ്പാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈയിടക്കൊരു പാസ്റ്റർ പറയുന്നത് കേട്ടു, ഈ കത്തോലിക്കർക്ക് വിശ്വാസമില്ലേ പരിശുദ്ധ, അവരല്ലേ പറയുന്നത് അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു, വീഞ്ഞ് രക്തമായിട്ട് മാറുന്നു, ഞങ്ങളത് പറയുന്നൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ ഓർമ്മ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാസ്റ്ററിൻ്റെ സംസാരം കേട്ടു. പാസ്റ്ററിന് കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് നമുക്ക് ഈശോയുടെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നതാണ് മുഖ്യ അത്ഭുതം. അത് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി കുർബാനയിൽ സംഭവിക്കുന്നു സത്താമാറ്റം, സത്താഭേദം. അതിന് പല വാക്കുകൾ വരാം. ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നൊക്കെയുള്ള വാക്ക് ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ഒരുപക്ഷെ തിയോളജി പഠനം മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു വാക്ക് കുറേ കൂടി അർത്ഥവത്തായത് കണ്ടെത്തിയേക്കാം. അത് പഠനത്തിൻ്റെ തലത്തിൽ വളർച്ച ഉണ്ടാകും. പക്ഷേ ഈ വിശ്വാസം തുടക്കം മുതൽ ഇതുവരെ ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. അത് കേട്ടപ്പോൾ കുറേ പേര് ഇത് കഠിനമാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയില്ലേ? അതെ അതെ. പക്ഷെ അവരെ തിരികെ വിളിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞോ ഈശോ? ഇല്ല, ഒരിക്കലും തിരിച്ച് വന്നില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല തൊട്ട് പിന്നാലുള്ള ചോദ്യമോ നിങ്ങൾക്കും വേണമെങ്കിൽ പോകണമോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കും പോകണമോ? ഞാനീ പറഞ്ഞ കാര്യം അത് പരമസത്യമാണ്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. യോഹന്നാൻ്റെ 6-ാം അധ്യായം ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ പാസ്റ്ററിന് കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എന്തും ആവട്ടെ, നമുക്ക് മേജർ മിറക്കിൾ ഡെയിലി ഹാപ്പനിങ്. പിന്നെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? ഫോം മാറി എന്നുള്ളതാണ്. മാറ്റർ മാറുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അതാണ് അത്ഭുതം. ഫോം മാറി, അത് അപൂർവമായൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ഓടി വന്നത്. മാറ്റർ മാറുന്നു എന്നറിയാവുന്നവർ തന്നെ ഇതാ ഫോം മാറി എന്ന് കാണുമ്പോൾ അത് പലയിടത്തായി ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുറ്റത്ത് അത് നടക്കുമ്പോൾ ഒന്ന് കാണാനുള്ള താല്പര്യം എന്നുള്ള രീതിയിലും പലരും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കധികം കുറ്റപ്പെടുത്താനായിട്ടും തോന്നുന്നില്ല. ഏതായാലും ഞാൻ അങ്ങനെ ഓടാനില്ല. അതോടൊപ്പം തന്നെ അച്ഛാ, ഇതുപോലെ തന്നെ മിറക്കിൾസ് പല സ്ഥലത്തും നടന്നപ്പോൾ, ഇപ്പോൾ ഫാത്തിമയിലായിക്കോട്ടെ, ലൂർദിലായിക്കോട്ടെ, അതിലൂടെ ദൈവത്തിനൊരു സന്ദേശം ഉണ്ടായിരുന്നു എന്തെങ്കിലും ആളുകളിൽ പറയാനായിട്ട് ഇങ്ങനെയുള്ള മിറക്കിൾസ് വന്നപ്പോൾ. നമ്മുടെ ഇപ്പോൾ ഈ എറണാകുളത്ത് ഇങ്ങനൊരു മിറക്കിൾ നടക്കുമ്പോൾ, മിറക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വിശുദ്ധ ഒരു അടയാളം സംഭവിച്ചപ്പോൾ അത് ഈ ദേശത്തോടും ഈ നമ്മുടെ കേരള സഭയോടൊക്കെ ഈശോയ്ക്ക് എന്തെങ്കിലും സാധാരണക്കാരോടും നമ്മളെ അധികാര മേഖലയിലും ഒക്കെ ഇരിക്കുന്നവരോടൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു അടയാളമാണോ അത്? ഇന്നലെ ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ആ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിച്ച ഒരു സ്ത്രീ ആ ക്ലാസ്സിന് ശേഷം എന്നെ കാണാൻ വന്നു. ഈ സ്ത്രീ ആ ഇടവകയിലുള്ള സ്ത്രീയാണ്. എന്ന് മാത്രമല്ല, യാഗ്ന എന്ന കുട്ടി ആദ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ, ഈ സംഭവം ഉണ്ടായപ്പോൾ വിളിച്ച് കാണിച്ചു കൊടുത്ത സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ ആ ലേഡി പറയുകയായിരുന്നു, അച്ഛാ, ഈ അച്ഛൻ വന്നിട്ട് എല്ലാ കുർബാനയിലും സഹോദര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ കുർബാന മധ്യേ പറയുമായിരുന്നു. സഹോദര സഭ എന്നുദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സീറോ മലബാർ സഭയെ തന്നെയാണ്. എന്ന് മാത്രമല്ല, ഒരു എക്യുമെനിക്കൽ മൈൻഡ്, വളരെ തുറവിയുള്ളൊരു മൈൻഡ് ഈ അച്ഛന് ഉണ്ട്. അപ്പോൾ ഈ ലേഡി എന്നോട് പറയുമായിരുന്നു, അച്ഛാ, ഈ സംഭവങ്ങളോടുകൂടി അവിടെ ഒരു എക്യുമെനിക്കൽ ഫോക്കസ് വരുന്നുണ്ട്. പറയായിരുന്നു, ഒരു യാക്കോബായ സഭയിലൊരു മെത്രാൻ അച്ഛൻ വന്നത്രേ. അവിടെ വന്നിട്ട് അദ്ദേഹം ആ പള്ളിയിൽ കമിഴ്ന്ന് കിടന്നു പ്രാർത്ഥിച്ചു എന്നാണ്. അതായത് ഈ വിശുദ്ധ കുർബാനയുടെ അടയാളം അത് സംഭവിച്ച ശേഷം ഇത് സംഭവിച്ചു, അന്ന് ആ പള്ളി ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇതുവരെ ആരും അവിടെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവിടെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ ഈ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഒന്ന് ആലോചിച്ച് നോക്കി, ഐക്യത്തിൻ്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ എക്യുമെനിസത്തിൻ്റെ വളരെ വലിയൊരു സൂചനയായിട്ട് ആ ലേഡിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു അവിടെ നടന്ന പ്രാർത്ഥനകൾ കർത്താവ് കേട്ടു, എക്യുമെനിസത്തിൻ്റെ ഒരു ഫോക്കസ് അവിടെ വരുന്നു. 2, തീർച്ചയായും കഴിഞ്ഞ ഏതാനും മാസങ്ങളും വർഷങ്ങളൊക്കെ ആയിട്ട് പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുകയായിരുന്നു. അത് തീർച്ചയായും വളരെ വിഷമം നിറഞ്ഞൊരു കാര്യമാണ്. ആ വേദന ഒരുപക്ഷെ കർത്താവ് നമ്മളെല്ലാവരും അറിയിക്കുകയാണ്. കം ബാക്ക് ടു മീ, ഹാവ് ഫെയ്ത്ത് ഇൻ മീ. ഒരു കാര്യം, ഞാനിത് ഈ കുറിപ്പെഴുതിയതിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ പലരുടെയും വോയിസ് മെസ്സേജും കുറിപ്പുകളും വന്നു. അതിൽ ചെറുപ്പക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് രസം. ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണ്, ഒപ്രീഷ്മയ്ക്ക് ശേഷം, അതായത് സ്ഥൈര്യലേപനത്തിന് ശേഷം പള്ളിയിൽ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അച്ഛൻ എഴുതിയൊക്കെ കുറിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 2ാമത്തെ കുറിപ്പും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ, ശരിയാണല്ലോ, ദിസ് ഈസ് മോർ സയൻറ്റിഫിക് എന്ന് ചിന്ത വന്നുവെന്നും അവന് അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ പോകാനുള്ള താല്പര്യം ഉണർന്നു വന്നു. വേറൊരാൾ എനിക്ക് വോയിസ് ഇട്ടിരിക്കുകയാണ്, അച്ഛന്മാരാണ് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജനത്തെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർ തന്നെയും അൾത്താരയിൽ ഇതുപോലുള്ള ഗുസ്തികളൊക്കെ കാണിച്ചപ്പോൾ അവരിൽ പലർക്കും ഇവർ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന ചിന്തയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ പലർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി കർത്താവ് ഞങ്ങളെ തിരുത്തുന്നു, ഞങ്ങളെ കർത്താവ് തിരികെ കൊണ്ടുവരുന്നു എന്ന ചിന്ത പലരുടെ അടക്കം അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഇതിന് സന്ദേശങ്ങൾ നിരവധിയാണ്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഇടയിൽ യുക്തിയുടെ അടിത്തറ ഒട്ടുമില്ലാത്ത യുക്തിവാദം, നിരീശ്വരവാദം, ഇതൊക്കെ വേര് ഓടുന്നുണ്ട്. ഇത് അവരെ ചിന്തിപ്പിക്കാനും അവരെ യാഥാർത്ഥ്യബോധത്തിലേക്ക് കൊണ്ടുവരാനും അവരെ ദൈവചിന്തയിലേക്ക് നയിക്കാനും
കർത്താവ് ഈ അവസരം ഉപയോഗിക്കുന്നു എന്നുകൂടി ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോഷി അച്ഛൻ്റെ ഈ വിശുദ്ധീകരണം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവർ പല ട്രോളുകളും കാണുമ്പോൾ ഇതുപോലെ സംശയങ്ങളിൽ പെട്ട് വീണു പോയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അച്ഛൻ്റെ ഈ വിശുദ്ധ കുർബാനയുടെ അടയാളം സംഭവിച്ചതിൻ്റെ വിശുദ്ധീകരണം നമ്മുടെ എല്ലാവരുടെയും സംശയം മാറ്റേണ്ടത് കാരണമാകട്ടെ. പ്രത്യേകിച്ച് അച്ഛൻ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇടയ്ക്ക് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്രമാത്രം ഓരോ ദിവസവും ബലിപീഠയിൽ മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ദിവ്യ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും ഇറങ്ങി വരട്ടെ. ക്യാമറമാൻ പ്രകാശ് കുരിശിങ്കലിനൊപ്പം സജി ആൻ്റണി.